അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് വ്ലോഗ്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ കണ്ടിട്ട് തന്നെ കുറച്ച് നാളായി. നമ്മുടെ വീഡിയോസ് വളരെ കുറവാണ്. പക്ഷേ ഞാൻ പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വന്നു എന്നൊക്കെ വരെ പറഞ്ഞു. പക്ഷേ നമുക്ക് എന്തായാലും ഉണ്ടാവും, 2-3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി പ്രതീക്ഷിക്കാം. പക്ഷേ പഴയ പോലെ എല്ലാ ദിവസവും ഒന്നും കാണത്തില്ല. ബട്ട് ഇറ്റ് വിൽ കം. നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ചാനൽ നമ്മൾ പൂർണ്ണമായിട്ടും വിട്ടിട്ടില്ല എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. നമ്മൾ ചാനൽ മെയിനായിട്ട് വിട്ടിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ആൾക്കാരുടെയും കയ്യിൽ DSLR ക്യാമറ കാണത്തില്ല. ഫോൺ വെച്ച് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാർ കാണും. DSLR വാങ്ങാൻ ആഗ്രഹിച്ച് ഒത്തിരി ട്യൂട്ടോറിയൽസ് കാണുന്ന ആൾക്കാരും കാണും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയാണിത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ DSLR ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു തുക, ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു തുക മുടക്കിയാൽ, ഇത് വലിയ എമൗണ്ട് അല്ല കേട്ടോ, ഞാൻ ഇപ്പോൾ പറയാം, അതെല്ലാം പറയാം. നിങ്ങൾക്ക് അത്യാവശ്യം ഫോട്ടോഗ്രാഫിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. മിക്ക മൊബൈൽ ഫോണുകളിലും മാനുവൽ മോഡ് ഉണ്ട്. പക്ഷേ ഈ ലെൻസിൽ വരുന്ന ഡിഫറൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫിക്സഡ് ലെൻസാണല്ലോ, അല്ലെങ്കിൽ 1-2 ലെൻസുകൾ കാണുമായിരിക്കും ടൈപ്പ്. പക്ഷേ ഐഫോൺ ഉള്ളവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ ഓപ്ഷൻസ് കാണും. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് വേറൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ്. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി എക്സ്പെരിമെൻ്റ് ചെയ്യാനും കുറച്ച് മാനുവലായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിക്കാനുമുള്ള ഒരു നല്ലൊരു സിമുലേഷനാണ്. ഫോട്ടോഗ്രാഫി സിമുലേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും എന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളിപ്പം ഗെയിമിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റീം അറിയാമായിരിക്കും. ഗെയിമിങ്ങിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ ഗൂഗിളിൽ പോയിട്ട് സ്റ്റീം എന്ന് ടൈപ്പ് ചെയ്യുക. കേട്ടോ, വെൽക്കം ടു സ്റ്റീം എന്നും പറഞ്ഞ ഒരു ഫസ്റ്റ് വരുന്ന നിങ്ങളുടെ റിസൾട്ട് സ്റ്റീം എന്ന് എഴുതിയിരിക്കുന്ന വെൽക്കം ടു സ്റ്റീം എന്ന് പറയുന്നതിൽ കൊടുക്കുക. ഇപ്പോൾ പണ്ട് നമുക്ക് ഗെയിമൊക്കെ ഡിസ്കിനകത്തും ഒക്കെയാണ് കിട്ടിയിരുന്നത്. അത് പണ്ട് ചെറുപ്പത്തിൽ ഗെയിം കളിച്ച ആൾക്കാർക്ക് വേണ്ടിയും കൂടെയൊക്കെയാണ്, മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഡിസ്കിനകത്തൊന്നും അല്ല ഗെയിംസ് വരുന്നത്. നമുക്ക് സ്റ്റീം, എപ്പിക് ഗെയിം സ്റ്റോർ, അങ്ങനെ പല ഡിജിറ്റൽ സ്റ്റോറുകളിൽ നിന്നാണ് നമുക്ക് ഗെയിമുകൾ കിട്ടുന്നത്. കളിക്കണമെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലത് ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളിതാ ഇതിൻ്റെ മേളിൽ വന്ന് ഇൻസ്റ്റാൾ സ്റ്റീം എന്ന് കൊടുക്കുക. ഇൻസ്റ്റാൾ സ്റ്റീം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്റ്റീം ഓപ്പൺ ചെയ്യുക. സ്റ്റീം ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ സ്റ്റോർ, ലൈബ്രറി, കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞൊരു സംഭവം. ഇത് സോൾജർ എൻ്റെ പേരാണത്. ഗെയിമിങ് കുറേ ഇഷ്ടമുള്ളതുകൊണ്ട് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണം. നേരെ സ്റ്റോറിൽ പോവുക. സ്റ്റോറിൽ പോയിട്ട് ഫീച്ചേർഡ് എന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ മെയിൻ പേജ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ വന്നിട്ട് ഫോട്ടോഗ്രാഫി എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന റിസൾട്ട്, അതായത് ലഷ് ഫോയിൽ ഫോട്ടോഗ്രാഫി സിം എന്ന് പറഞ്ഞാൽ സിമുലേഷനാണ്. ഈ സാധനം 552 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ സാധനം നിങ്ങൾ വാങ്ങുക എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഇതുണ്ട്. അതുകൊണ്ട് എനിക്ക് വാങ്ങേണ്ട കാര്യമില്ല. 29 ഏപ്രിൽ വരെയേ ഉള്ളൂ കേട്ടോ ഈ ഒരു റേറ്റിൽ. അല്ലെങ്കിൽ പിന്നെ 690 രൂപയാവും വില. അപ്പോൾ നിങ്ങൾക്ക് എടുക്കേണ്ടത് ആഡ് ടു കാർട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കാർട്ടിനകത്ത് വരും. നമ്മൾ ഈ ബിഗ് ബാസ്ക്കറ്റിലോ ഒക്കെ സാധനം വാങ്ങുന്ന പോലെ ആഡ് ടു കാർട്ട് കൊടുത്തിട്ട് വ്യൂ മൈ കാർട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സാധനം വാങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ജസ്റ്റ് സാധനം വാങ്ങുക. ഓക്കെ, കണ്ടിന്യൂ ഷോപ്പിംഗ് അല്ല, ഇവിടെ കണ്ടിന്യൂ പേയ്മെൻ്റ് ആണ്. ഇപ്പം ഓൾറെഡി എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് അത് ഗ്രേ ഔട്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും കാർട്ടിൽ പോയി. എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഞാനത് റിമൂവ് ചെയ്യുകയാണ്. ഓൾറെഡി എൻ്റെ അക്കൗണ്ടിലുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അത് ഇൻസ്റ്റാൾ ചെയ്യണം. സംഭവം അത് നിങ്ങൾ വാങ്ങി നിങ്ങളുടെ പർച്ചേസ് സക്സസ് ആയി കഴിയുമ്പോൾ തന്നെ ഇൻസ്റ്റാൾ കണ്ടൻറ്റ് എന്നും പറഞ്ഞൊരു വലിയ ലെറ്റേഴ്സിൽ എഴുതി കാണിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ആ സാധനം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആകും. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വേണം കേട്ടോ. ഇത് ഫോണിൽ വർക്കാകത്തില്ല. കമ്പ്യൂട്ടർ കമ്പൽസറി ആണ്. എനിക്ക് തോന്നുന്നു വലിയ സെറ്റിങ്സും വലിയ സ്പെസിഫിക്കേഷനുള്ള കമ്പ്യൂട്ടറൊന്നും വേണമെന്നില്ല. നമുക്ക് നോക്കാം. നമുക്ക് മിനിമം ഒരു നമ്മൾ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഒരു റെക്കമെൻഡഡ് നോക്കുന്നതാണ് നല്ലത്. വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, i7 വേണമെന്നാണ് പറയുന്നത്. 16 GB റാം, അത് 8 GB ആയാലും കുഴപ്പമില്ല. ഗ്രാഫിക്സ് കാർഡ്, വലിയ ഗ്രാഫിക്സ് കാർഡൊന്നും വേണ്ട. 1080 GTX 1080 ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വർക്കാവും. ഇപ്പോൾ റാം ഇമ്പോർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. 16 GB ആണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. DirectX 25 GB സ്റ്റോറേജ് വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത്രയും വേണ്ട കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അത്രയും ചിലപ്പോൾ വേണമായിരിക്കും. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞത് അവരത് അതൊന്ന് എക്സ്പാൻഡ് ആവും ഓട്ടോമാറ്റിക്കലി. പറയുന്നൊരു വേർഡുണ്ട്, അത് മറന്നുപോയി. അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പാൻഡ് ആവും. അപ്പോൾ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഇവിടെ ഹോമിൽ വരിക. ഹോമിൽ വന്നിട്ട് ഒരു കാര്യം, ഞാനിത് ലഷ് ഫോയിലൊന്ന് ക്ലോസ് ചെയ്ത് നിങ്ങളെ എടുത്ത് കാണിക്കാൻ. സംഭവം ക്വിറ്റ് ലഷ് ഫോയിൽ ഫോട്ടോഗ്രാഫി സിം എന്ന് പറഞ്ഞാൽ സിമുലേഷനാണ്, ഒരു ഗെയിമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട. ഇപ്പോൾ റിലീസായിട്ട് ഏപ്രിൽ 15 റിലീസായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 29 തീയതി കഴിഞ്ഞാൽ വില കൂടും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് ലഷ് ഫോയിൽ ഫോട്ടോഗ്രാഫിയിൽ ക്ലിക്ക് ചെയ്ത്, ഇതൊന്നും നിങ്ങൾക്ക് കാണത്തില്ല. ഇതൊക്കെ എൻ്റെ ഇതിനകത്തുള്ള ഗെയിംസാണ്, ഇതൊന്നും നിങ്ങൾക്ക് കാണത്തില്ല. നിങ്ങളതിനകത്ത് ഈ ലഷ് ഫോയിൽ ഫോട്ടോഗ്രാഫി മാത്രമേ കാണത്തുള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റീം ഉണ്ട്, വേറെ ഗെയിംസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗെയിംസും എല്ലാം അതിനകത്ത് വരും. അപ്പോൾ ലഷ് ഫോയിൽ ഫോട്ടോഗ്രാഫി സിം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ കൊടുക്കുക. പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഷ് ഫോയിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാകും. അപ്പോൾ ഞാൻ നേരെ ഞാൻ ഡിസ്പ്ലേ ക്യാപ്ചർ ഓഫ് ചെയ്തിട്ട് ഗെയിം ക്യാപ്ചറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം നിങ്ങൾക്ക് വരും. ഇത് ആക്ച്വലി റിയൽ വേൾഡ് ലൊക്കേഷൻസാണ്. നിങ്ങൾക്ക് എന്താണ് സോറി റിയൽ വേൾഡ് ലൊക്കേഷൻസാണ്. ഈ ലൊക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ അത് നോക്കട്ടെ. ലൊക്കേഷൻസിൽ ഇറ്റലിയാണ് കേട്ടോ. സൗത്ത് ടിറോൾ, ലിഗോഡി, ബ്രീസ്. നമുക്ക് 2 ലൊക്കേഷൻസേ ആദ്യം അൺലോക്ക് ആയിട്ടുള്ളൂ. നമ്മൾ ഒരു ഗെയിം പോലെ കളിച്ച് വേണം ബാക്കി ലൊക്കേഷൻസൊക്കെ ഇത് ചെയ്യാനായിട്ട്. അതായത് ഈ ഒരു സ്ക്വയറിനകത്തുള്ള കുറച്ച് ഫോട്ടോസ് നിങ്ങൾ എടുക്കണം. ആ ഫോട്ടോസ് നിങ്ങൾ എടുത്താലേ നിങ്ങൾക്ക് ബാക്കി ലൊക്കേഷൻസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കീബോർഡിൽ AWD കീസൊക്കെ, ചെറിയതായിട്ട് എന്തെങ്കിലും കമ്പ്യൂട്ടർ ഗെയിംസ് കളിച്ചിട്ടുള്ളവർക്ക് ഇതൊക്കെ അറിയാം. AWDS കീസ് വെച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, AWDS കീസ് വെച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് നടക്കാം. ഇപ്പോൾ നിങ്ങൾക്കത് കൺട്രോൾസ് അറിയത്തില്ലെങ്കിൽ ചെയ്യേണ്ടത് നേരെ ഇതിനകത്തോട്ട് പോവുക. ഹെൽപ്പിന് ഇവിടെ ഒരു കൺട്രോൾസ് ഉണ്ട്, അത് നോക്കണ്ട. ഹെൽപ്പിൽ പോയിട്ട് ട്യൂട്ടോറിയൽസ് എടുക്കുക. ഇൻ കേസ് നിങ്ങളുടെ ട്യൂട്ടോറിയൽ വർക്കാകുന്നതിന് ട്യൂട്ടോറിയൽ എടുത്തിട്ട് സംഭവം മനസ്സിലാക്കുക. അതിനെക്കാട്ടും അല്ലെങ്കിൽ നേരെ കൺട്രോൾസിൽ പോയി ഏതൊക്കെ കൺട്രോൾസ് നിങ്ങൾക്ക് വേണമെന്ന് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് ഓൾട്ട് WSD മൗസ് ഷിഫ്റ്റ്. ഇതുവരെ എങ്ങനെ ഫോട്ടോഗ്രാഫി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു മാപ്പിൽ ആദ്യത്തെ മാപ്പായതാണ്. മാപ്പെന്നാണ് നമ്മളിപ്പം ഓരോരോ ലെവലുകളൊക്കെ നമ്മൾ പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ ആദ്യമായിട്ട് കയറുന്ന ഒരാൾക്ക് ഇവിടെ ഒരു ക്യാമറ കാണും, അത് വന്ന് നിങ്ങൾ എടുക്കണം. ഞാനിപ്പോൾ ഓൾറെഡി ഇതിനകത്തുള്ളത് കൊണ്ട് എനിക്കത് എൻ്റെ കയ്യിൽ സാധനമുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു DSLR ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കീബോർഡിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഇതിനകത്ത് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ കൺട്രോളറിലാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. ജോയ്സ്റ്റിക്കിൽ കൺട്രോളർ ഇല്ലാത്തവർക്ക്, കൂടുതൽ ആൾക്കാരുടെ കയ്യിൽ ഗെയിമിംഗ് ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാത്ത ആൾക്കാരുടെ കയ്യിൽ കൺട്രോളർ കാണില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സൂം ചെയ്യാം. ഇതിപ്പം എന്താണ്, ഒരു ഓട്ടോമാറ്റിക് സൂമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമുക്കത് മാനുവലായിട്ട് നിങ്ങൾക്ക് സൂം ചെയ്യാം. അത് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ഇതിപ്പോൾ സൂം ലെൻസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ സൂം ലെൻസ് നമുക്ക് മാറ്റണമെങ്കിൽ നമുക്കിതാ ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ നമ്മുടെ ക്യാമറയുടെ ആ ഒരു മെനു ഉണ്ടല്ലോ, അത് ഫുള്ള് ഇവിടെ നിങ്ങൾക്ക് വരും. ഫുള്ള് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പർച്ചർ എത്ര വേണം, ISO എത്ര വേണം. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കിൽ അപ്പർച്ചർ പ്രയോറിറ്റി മോഡിലാണ് കിടക്കുന്നത് എല്ലാ കാര്യങ്ങളും. ഇതിപ്പോൾ ഇത് വെച്ച് വേണമെങ്കിൽ എനിക്ക് ഇതിപ്പോൾ ഷട്ടർ പ്രയോറിറ്റി, മാനുവൽ, അപ്പർച്ചർ പ്രയോറിറ്റി എല്ലാം സെറ്റപ്പ് ഉണ്ട് കേട്ടോ. മൂന്ന് ഓപ്ഷൻസാണ് നമുക്കുള്ളത്. ഷട്ടർ പ്രയോറിറ്റി, അപ്പർച്ചർ പ്രയോറിറ്റി, മാനുവൽ. ഇതെൻ്റെ പഴയ വീഡിയോസിലുണ്ട്. ചെയ്യണമെങ്കിൽ ഞാൻ ഈ ലഷ് ഫോയിൽ വെച്ചിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ പറഞ്ഞുതരാം, എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഞാൻ മാനുവലിലോട്ട് മാറി കറക്റ്റ് എക്സ്പോഷർ ആക്കി F1.2 ആണ് ഇപ്പോൾ കിടക്കുന്നത്. ISO 50 കിടക്കുന്നത്. ISO കൂടുന്നതിനനുസരിച്ച് ബ്രൈറ്റ്നസ് കൂടും, അതുപോലെ തന്നെ നമ്മുടെ നോയ്സ് കൂടും. ഫ്ലാഷ് നമ്മൾ യൂസ് ചെയ്യത്തില്ല. വൈറ്റ് ബാലൻസ് ഞാൻ ഡിഫോൾട്ട് 6500 കിടക്കുന്നത്. അത് തന്നെ സൂം ലെൻസ് നമുക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെൻസ് ഇതിനകത്ത് ഫിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഫിഷ് ഐ വേണമെങ്കിൽ ഫിഷ് ഐ 14mm മിനിമം F2.8, 24mm F1.8, 35mm F1.2, 50mm F1.8, 85mm F1.8. എൻ്റെ ഫേവറേറ്റ് ലെൻസ് പണ്ടൊക്കെ എൻ്റെ വീഡിയോ കാണാം 100mm F2.8. ഇത്രയും ലെൻസ് ഓപ്ഷൻസാണ്. പിന്നെ നമുക്ക് സൂമിലോട്ട് തന്നെ പോകും. ലെൻസ് ഓപ്ഷൻസാണ് നമുക്കുള്ളത്. ഇത് ഫിൽറ്ററുകളാണ്, ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതെന്താണ്, അതൊക്കെ അത് പോട്ടെ. എനിക്ക് തോന്നുന്നത് എക്സ്പോഷർ കോമ്പൻസേഷൻ ആണെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോയുടെ സൈസ് നിങ്ങൾക്ക് കൂട്ടാൻ കുറയ്ക്കാം. വൺ ഷോട്ട് ഇത് നമുക്ക് മാറ്റി എന്താണ് WM. അത് എനിക്ക് വലിയ പിടുത്തമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യുക. നേരെ
എന്നിട്ട് പിന്നെ മാനുവൽ മാറ്റി അപ്പർച്ചർ പ്രയോറിറ്റിയോ എന്താണ് ഷട്ടർ പ്രയോറിറ്റിയോ ഒക്കെ നിങ്ങൾക്ക് ആക്കാം. എനിവേസ് ഞാനിപ്പം നമുക്ക് ഒരു ഫോട്ടോ ഞാൻ എടുക്കാം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാം. കൺട്രോൾസ് നിങ്ങൾ ചെക്ക് ചെയ്ത് സംഭവം പഠിച്ചെടുക്കേണ്ടതാണ്. ISO ഒരു 100 ആക്കിയാൽ ഇച്ചിരി ബ്രൈറ്റ്നസ് കൂടും, ഇച്ചിരി കുറവാണ്. ഇത് ഇച്ചിരി കുറവാണ്, കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് ഇത് കണ്ടില്ലേ 2 ആംഗിളിൽ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ക്രൗച്ച് ചെയ്യാനായിട്ട് C ആണെന്ന് തോന്നുന്നു കേട്ടോ. ക്രൗച്ച് ചെയ്തല്ല നമുക്ക് ലെഫ്റ്റ് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് കണ്ടില്ലേ ഫോക്കസിങ് മൗസിൽ സ്ക്രോൾ ചെയ്ത് ഫോക്കസിങ് ഇച്ചിരി കൂടെ ഇങ്ങോട്ട് മാറ്റി പിടിച്ച് നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ചെടിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു ചെടിയിൽ ഫോക്കസ് ചെയ്യുന്നില്ലല്ലേ. നമുക്ക് കൺട്രോൾസ് ഒന്ന് ചെക്ക് ചെയ്യാം. കൺട്രോൾസ് ഹെൽപ്പിനകത്ത് പോയിട്ട് കൺട്രോൾസ് അല്ലെങ്കിൽ നേരെ ട്യൂട്ടോറിയൽ നിങ്ങൾ ചെയ്താൽ ക്യാമറ സ്റ്റാർട്ടപ്പ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ ചെയ്താൽ ഇത് കണ്ടില്ലേ സൂം ഇൻ ആൻഡ് ഔട്ട് യൂസിങ് ദ മൗസ് വീൽ. ഓക്കെ, പ്രസ് ലെഫ്റ്റ് കൺട്രോൾ സ്വിച്ച് ബിറ്റ്വീൻ പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ്. നമുക്ക് അങ്ങനെ ചെയ്യാം. യൂസ് ദ മൗസ് വീൽ യൂസിങ് പ്രസ്സിങ് E ടു അഡ്ജസ്റ്റ് ഷൂട്ടിംഗ് ആംഗിൾ. ഈ നെക്ക് പിടിച്ച് ഷൂട്ടിംഗ് ആംഗിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ചരിച്ചൊക്കെ എടുക്കാം കേട്ടോ. ഓക്കെ, സെറ്റ്. പ്രസ് റൈറ്റ് ക്ലിക്ക് ടു ഡ്രോ ഫോക്കസ് ടു ദ സെൻറ്റർ ഓഫ് ദ സ്ക്രീൻ. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഓട്ടോ ഫോക്കസ് ആണ്, സെൻറ്ററിലോട്ട് ഇത് വരും. ഹോൾഡ് റൈറ്റ് ക്ലിക്ക് ആൻഡ് യൂസ് ദ മൗസ് വീൽ മാനുവലി അഡ്ജസ്റ്റ്. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കേട്ടോ, അതെൻ്റെ മാറിപ്പോയി. അപ്പോൾ നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് കണ്ടില്ലേ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫോക്കസ് ഇപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ ആ ഒരു ട്രീയിലാണ് ഫോക്കസ് ചെയ്യുന്നത്, ബാക്കിലത്തെ നമുക്ക് ബ്ലർഡായി. ഇനിയിപ്പം ബാക്കിലത്തേൽ നമുക്ക് ഫോക്കസ് ചെയ്യുന്നത് കണ്ടില്ലേ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ദ ആരോ കീസ് ടു അഡ്ജസ്റ്റ് ക്യാമറ സെറ്റിങ്സ്. അത് നമ്മളിപ്പോൾ ട്രൈ ചെയ്ത് കാണിച്ചു തന്നിരുന്നു. കണ്ടില്ലേ ഇതിങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലെഫ്റ്റ് ക്ലിക്ക് പ്രസ് ദ ഷട്ടർ. അപ്പോൾ നമുക്ക് ഞെക്കി പിടിച്ച് ഒന്നും കൂടെ ബാക്കിലത്തെ ഈ ഒരു ഇതിലൊന്ന് ഫോക്കസ് ചെയ്യാം കറക്റ്റായിട്ട്. മാനുവൽ ഫോക്കസ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു 85 mm അതല്ല നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതുകൊണ്ട് അതിൽ നമുക്കൊന്ന് ആ ട്രീയിലൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ഒരു പിക്ക് എടുക്കാം. ഓക്കെ, നമ്മളൊരു പിക്ക് എടുത്തു. സ്പേസ് ഞെക്കിയാൽ ക്യാമറ നമുക്ക് മാറ്റാം ഫേസിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക്. ഞെക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളെടുത്ത ഫോട്ടോസ് എല്ലാം കാണാം. ഇത് ഞാൻ മുമ്പ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തതായത് കണ്ടല്ലേ, അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇതിനകത്ത്. അപ്പോൾ ഗൈസ്, ഇതാണ് ലഷ് ഫോയിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫി സിമുലേഷൻ. നിങ്ങൾക്ക് ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറ മുടക്കാതെ നമുക്ക് 100 mm വരെയുള്ള ലെൻസുകൾ, സൂം ലെൻസ് മുതൽ 100 mm വരെയുള്ള ലെൻസുകൾ യൂസ് ചെയ്ത് എല്ലാ മാനുവലും അപ്പർച്ചറും ഷട്ടർ പ്രയോറിറ്റി സെറ്റിങ്സും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി എടുക്കാം. ഇതുപോലെ 2 ലൊക്കേഷൻസ് അല്ല, നമുക്ക് ബാക്കി ലൊക്കേഷൻസൊക്കെ ഓപ്പൺ ആണെങ്കിൽ കുറച്ച് അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഗെയിമിങ് കളിക്കുന്നവരോട് ഇതൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമില്ല. അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ വഴി കുറച്ച് നേരെ അങ്ങ് പോവുക. ഞാനും ഇതൊന്നും ലൊക്കേഷൻസ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ ഞാൻ വന്നതാണ് ചുമ്മാ കറങ്ങി നടക്കാനായിട്ട്. ഇവിടെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ആണോ? ഇവിടെ അല്ലെന്ന് തോന്നുന്നു. ഒരു സ്ഥലമുണ്ട്, അവിടെ വരെ നമുക്ക് പോകാം. ഇത് തന്നെ ആണോ എന്നൊരു സംശയം. ഇത് തന്നെ ആയിരിക്കും കേട്ടോ. ഒന്ന് പോയി നോക്കാം, ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെയാണ് ആ സാധനം. ഇതിപ്പോൾ നടന്ന് മേളിലെത്തി കേട്ടോ. വഴി വല്ല മാറിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒരു നോട്ടീസ് ബോർഡ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അത് എവിടെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ആ നോട്ടീസ് ബോർഡിൻ്റെ അവിടെ പോലെ കുറച്ച് ഫോട്ടോസ് അതിൽ കാണും. അപ്പോൾ ഈ ഫോട്ടോസ് നോട്ടീസ് ബോർഡിൽ കാണുന്ന ഈ ഫോട്ടോസ് നിങ്ങൾ ഗെയിമിൽ എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ ലൊക്കേഷൻസിലോട്ട് അതിനകത്തൊരു 6-7 ഫോട്ടോസ് കാണും. അപ്പോൾ കറക്റ്റായിട്ട് അതേ കറക്റ്റ് എഡ്ജ് ആ ഒരു ഫ്രെയിമിങ് വേണമെന്ന് നിർബന്ധമില്ല. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമൊന്നുമില്ല. ഇത്രയും ഫോട്ടോസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പുതിയ ലൊക്കേഷൻസ് നിങ്ങൾക്ക് ഓപ്പൺ ആകും. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്കുള്ള ലൊക്കേഷൻസ് പറഞ്ഞാൽ ഇതാണ് ലെഗോ ഡി ബ്രൈസ് എന്ന് പറയുന്ന സ്ഥലം. അതല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്കുള്ളത് ഇതാണ്. ഇത് ഓസ്ട്രേലിയ, വെസ്റ്റ് ഓസ്ട്രേലിയയിലെ കാസൽ റോക്ക് ബീച്ച്. ഇതൊക്കെ റിയൽ ലൊക്കേഷൻസ്. എന്തോ സ്കാൻ ചെയ്യുമല്ലോ, ആ സ്കാൻ ചെയ്തെടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം ഞാനിപ്പം
ഓസ്ട്രേലിയയിലെ ആ ലൊക്കേഷൻസിലോട്ട് മാറുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഐസ് ഏരിയയിലായിരുന്നു. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലെ വെസ്റ്റ് ഓസ്ട്രേലിയയിലുള്ളൊരു കാട് ബീച്ചിനോട് ചേർന്നുള്ള ഒരു സ്ഥലം. അവിടെയാണ് പിന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ളത്. ഇതിനകത്ത് ഫോട്ടോഗ്രാഫി ഫുള്ളൊരു ട്യൂട്ടോറിയൽ ചെയ്തിടാം. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഗെയിമിനെ കുറിച്ചല്ല, ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള ഒരു സംഭവം നമുക്ക് കാണിച്ച് വേണമെങ്കിലും ചെയ്യാതെ, പുറത്ത് പോകാതെ വീട്ടിനകത്തിരുന്ന് തന്നെ കാണിച്ച് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പോൾ ഗൈസ്, ഇതാണ് ലഷ് ഫോയിൽ ഫോട്ടോഗ്രാഫി. ഡൗൺലോഡ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല 590 ആണ്. പിന്നെ ഒരു 29 തീയതി കഴിഞ്ഞാൽ 690 ആവും. അപ്പോൾ ഇപ്പം വാങ്ങിയാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറുള്ള ആൾക്കാർ ഈ ഇൻ്റർനെറ്റ് കണക്ഷനും വലിയ സ്പീഡുള്ള ഇൻ്റർനെറ്റ് കണക്ഷനൊന്നും വേണ്ടത് ഓഫ്ലൈനാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു സ്പീഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കത് ഫോട്ടോഗ്രാഫി പഠിക്കാം. അപ്പോൾ എനിവേസ് ഗൈസ്, കണ്ട ആൾക്കാർക്ക് നന്ദി. നമ്മൾ വീണ്ടും കൂടുതൽ വീഡിയോസ് ചെയ്യും കേട്ടോ. ഞാൻ കുറച്ച് ഒരു ഡിലേ വരും. ഇപ്പോൾ അത് ഞാൻ പറഞ്ഞ ഈ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സംഭവം വെച്ച് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലെങ്കിൽ റിയൽ ലൊക്കേഷൻസിലൊക്കെ പോയി ചെയ്യണമെങ്കിൽ താമസിയാതെ ചെയ്യും. പക്ഷേ എന്നാലും ഒരു 3-4 മാസമോ കഴിയും. അപ്പോൾ അതുവരെ നിങ്ങൾ ചാനൽ വിട്ട് പോകരുതെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാം. ടേക്ക് കെയർ എല്ലാവർക്കും. ടേക്ക് കെയർ ഗൈസ്. കാണാം. ടേക്ക് കെയർ. അത് കിട്ടും.